Z Gamer Tech, welcome back and their video. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അണ്ടർ 10K അടിയിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്നുള്ള പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പോക്കോ M7 Plus 5G. ഇതിപ്പോൾ ഭയങ്കര ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയ സമയത്ത് 12,000 രൂപ വരെ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വൻ വില കുറവിലാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഗൈസ്, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് പോക്കോ M7 പ്ലസിൻ്റെ പ്രൈസാണ്. 10,999 രൂപ. 4GB റാം പ്ലസ് 128GB റോം, അതിൻ്റെ പ്രൈസാണിത്. ഇതിന് വേറെ മോഡലുകളുണ്ട്, അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടും. എന്നാൽ ഇത് ബാങ്ക് ഓഫറുകളിൽ ഒന്നും കൂടെ കുറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ അവർ നൽകിയിട്ടുണ്ട്. 6.9 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു കുറവെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LCD പാനലാണ്. ഫുൾ HD LCD പാനലാണ് നൽകിയിട്ടുള്ളത്. AMOLED അല്ല എന്നുള്ള ഒറ്റ കുറവുള്ളൂ. എങ്കിലും അത് പരിഹരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. ചിപ്സെറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ 1 ചിപ്സെറ്റായ Qualcomm സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആണ് നൽകിയിരിക്കുന്നത്. ഈ ബഡ്ജറ്റിലെ ഏറ്റവും നല്ല ചിപ്സെറ്റ് അത് തന്നെ ഇവർ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റാം വേരിയൻ്റ് കൂട്ടാൻ വേണ്ടി പറ്റും. 6GB ഉണ്ട്, 8GB ഉണ്ട്. വിത്ത് 128GB റാമിനോടൊപ്പം 8GB റാം ആക്കാം. അങ്ങനെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1TB വരെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാനുള്ളതുണ്ട്. മറ്റ് 2 കളർ വേരിയൻറ്റുകളാണ് അടിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കാം. 7000 mAh ബാറ്ററി, ലാർജസ്റ്റ് ബാറ്ററി, ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ബാറ്ററി. അതേ ഗൈസ്, റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്ന ഏക ഫോൺ. അതും ഈ സെഗ്മെൻറ്റിൽ റിവേഴ്സ് ചാർജിങ് 18 വോൾട്ട് വരെ സ്പീഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ വയർഡ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ 33 വാൾട്ട് വരെ അത് സ്പീഡ് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Android 15 ബേസ്ഡ് ആണ്. HyperOS 2 ബേസ്ഡ് ആയിട്ടുള്ള പോക്കോ ഇറക്കുന്ന ഫോണാണ് നമ്മുടെ പോക്കോ M7 Plus. എന്തുകൊണ്ടും നല്ല ഗെയിമിങ്ങിനാണെങ്കിലും അടിപൊളി ഡെയിലി യൂസേജിനാണെങ്കിലും ബെസ്റ്റ് ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ എൻ്റെ ക്യാമറ വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയുണ്ട്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 8 MB ആണ്. അത്യാവശ്യം ഫോട്ടോ വീഡിയോസിനും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ വെയിറ്റ് ഗ്രാം വരുന്നത് 117 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.4 mm തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫോണെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഗെയിമിങ്ങിനായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ല അടിപൊളി ടെക് വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. Z Gamer Tech സൈനിങ് ഓഫ്.